ഹായ് നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ കുറച്ച് ബോണ്ടുകളെ കുറിച്ചും അതിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. ഏതാണ്ട് 6ഓളം ബോണ്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റേക്കിംഗ് ബോണ്ട് വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇതിന്റെ 2 ടൈപ്പുകളുണ്ട്. റേക്കിംഗ് ബോണ്ടിന്റെ 2 ടൈപ്പുകൾ ഏതൊക്കെയാണെന്നും ബാക്കിയുള്ള 4ഓളം ബോണ്ടുകൾ ഏതൊക്കെയാണെന്നും അതിൽ നിന്ന് PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റേക്കിംഗ് ബോണ്ട് എന്താണെന്ന് പഠിച്ചു. അതായത് ഡയറക്ഷൻ ഓഫ് വാളിന് ബ്രിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കുന്ന ബോണ്ടാണ് റേക്കിംഗ് ബോണ്ട്. കൂടാതെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് തിക്ക് വാൾ കൺസ്ട്രക്ഷൻ ആണ്. ഇനി ഇതിന്റെ 2 ടൈപ്പുകളുണ്ട്. ഒന്നാമത്തത് ഡയഗണൽ ബോണ്ട്, 2 ഹെറിംഗ് ബോണ്ട്. ഡയഗണൽ ബോണ്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഡയഗണൽ ബോണ്ടിന്റെ എലിവേഷൻ. ആദ്യത്തെ ലെയർ നമ്മൾ ഈ ഒരു രീതിയിൽ സ്ട്രക്ചേഴ്സ് ഇതുപോലെ അറേഞ്ച് ചെയ്യും. പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്യൂൻ ക്ലോസർ കൊടുത്തിട്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കും. ആദ്യം ക്യൂൻ ക്ലോസർ കൊടുത്ത് പിന്നെ വീണ്ടും സ്ട്രക്ചേഴ്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് പോകും. അതിനുശേഷം ഈ ഫ്രെയിം വർക്കിന്റെ സെൻട്രലായിട്ട് നമ്മൾ സ്ട്രക്ചർ ഈ ഒരു ആംഗിൾ, അതായത് ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. അതായത് ഈ ഹൊറിസോണ്ടലായിട്ട് ഈ ബ്രിക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രി. ഇങ്ങനെ 45 ഡിഗ്രിയിൽ ബ്രിക്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എൻഡിൽ ബ്രിക്ക് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ കോർണർ, അതായത് ബ്രിക്കിന്റെ കോർണർ മുകളിലത്തെ സ്ട്രക്ചർ കോഴ്സിന് ഇതുപോലെ ടച്ച് ചെയ്യും. ബാക്കിയുള്ള ഈ ഒരു ട്രയാങ്കുലർ പോർഷൻ നമ്മൾ ബ്രിക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ട്രയാങ്കുലർ ഷേപ്പിലുള്ള ബ്രിക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ നമ്മൾ ഫിൽ ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ പറയുക ഡയഗണൽ ബോണ്ട്. Bricks are laid at an angle 45 degree in such a way that the extreme end corners of diagonal course remain in contact with the external line of structures. ഈ ഒരു ആംഗിൾ നമ്മൾ ശ്രദ്ധിക്കണം, 45 ഡിഗ്രി ആണ് ആംഗിൾ. കൂടാതെ ഈ ഒരു ബോണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 2 to 4 ബ്രിക്ക് തിക്നെസ് ഉള്ള വാളുകൾക്കാണ്. അന്നേരം എത്ര ആയിരിക്കും? ഏകദേശം 20 to 40 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള വാളുകൾക്കാണ് ഈ ഒരു ബോണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഫൂട്ടിംഗ് കൺസ്ട്രക്ഷൻ ആണ്. ഇത് ഒരു പ്രാവശ്യം ഇതിൽ നിന്ന് ചോദിച്ച ഒരു PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്യൂട്ടബിൾ ഫോർ ഫൂട്ടിംഗ്. ഇതൊക്കെ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. റേക്കിംഗ് ബോണ്ടിന്റെ 2ാമത്തെ ടൈപ്പാണ് ഹെറിംഗ് ബോണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഹെറിംഗ് ബോണ്ടിന്റെ എലിവേഷൻ. ഇവിടെ ആദ്യത്തെ ലെയർ സ്ട്രക്ചർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ സ്ട്രക്ചേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ സൈഡിൽ വെർട്ടിക്കലി ആണ് ബ്രിക്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നേരത്തെ അത് ഹൊറിസോണ്ടൽ ആയിരുന്നു, ഇവിടെ അത് വെർട്ടിക്കലി ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്ററിൽ നിന്ന്, അതായത് ഈ ഒരു ബ്രിക്ക് വാളിന്റെ സെന്ററിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും 45 ഡിഗ്രി ആംഗിളിൽ ബ്രിക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഉണ്ടാക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ഹെറിംഗ് ബോണ്ട്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, സെന്ററിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും 45 ഡിഗ്രി ആംഗിളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻ പറഞ്ഞാൽ bricks are arranged at 45 degree in the opposite direction from the center of the wall thickness. ഈ ഒരു ബോണ്ട് ഉപയോഗിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബോണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് വാൾ തിക്നെസ് 4 ബ്രിക്ക് തിക്കിനേക്കാളും കൂടുതലാണെങ്കിലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും? വാൾ തിക്നെസ് ഗ്രേറ്റർ ദാൻ 40 സെന്റിമീറ്റർ ആയിരിക്കണം. വാൾ തിക്നെസ് ഗ്രേറ്റർ ദാൻ 40 സെന്റിമീറ്റർ ആയിരിക്കണം. നേരത്തെ എത്രയായിരുന്നു? 2 to 4 ബ്രിക്ക് ആയിരുന്നു അല്ലെ? അതായത് ഡയഗണൽ ബോണ്ടിൽ 2 to 4 ബ്രിക്ക് തിക്നെസ് ആയിരുന്നു. ഇവിടെ ഹെറിംഗ് ബോണ്ടിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 40 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 ബ്രിക്ക് തിക്നെസ് ആയിരിക്കണം. അതാണ് വ്യത്യാസം. ഈ ഒരു ബോണ്ട് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുക ഫ്ലോറിംഗ് വർക്കുകൾക്കൊക്കെയാണ്. സാധാരണ നമ്മൾ ബ്രിക്ക് ഫ്ലോറിംഗ് ഉപയോഗിക്കുക ഗോഡൌണിലൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് ഈ ഒരു ബോണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഒരു ചോദ്യം മുമ്പ് PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്, ബ്രിക്ക് ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന ബോണ്ട് ഏതാണ്?
ഹെറിംഗ് ബോൺ ബോണ്ട് ആണ് ഉത്തരം. അടുത്ത ടൈപ്പ് ബോണ്ടാണ് ഡച്ച് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടുമായിട്ട് വളരെ അടുത്ത് സാമ്യമുള്ള ഒരു ബോണ്ടാണ് ഡച്ച് ബോണ്ട്. ഇതിന്റെ എലിവേഷൻ നമുക്കൊന്ന് വരച്ചു നോക്കാം, അപ്പൊ അത് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ കോഴ്സിൽ നമ്മൾ സ്ട്രക്ചേഴ്സിനെ അറേഞ്ച് ചെയ്യാം. സ്ട്രക്ചർ വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു 3/4 ബാറ്റ് നമ്മൾ അറേഞ്ച് ചെയ്യും. ഇതൊരു 3/4 ബാറ്റ് ആണ്. അതിനുശേഷം സ്ട്രക്ചേഴ്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു. അപ്പൊ അടുത്ത ലെയർ എന്തായത് ഇംഗ്ലീഷ് ബോണ്ടുമായിട്ട് സാമ്യമുള്ളൊരു ബോണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത ലെയറിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും അതൊരു ഹെഡർ കോഴ്സ് ആയിരിക്കും. ഇവിടെ ഒരു ഈ ഒരു രീതിയിൽ ഹെഡേഴ്സ്, ഇങ്ങനെ ആ ലെയർ മൊത്തം ഹെഡേഴ്സ് വെച്ചു പോകും. പിന്നെ ഇനി അടുത്ത ലെയർ വീണ്ടും സ്ട്രക്ചർ ആയിരിക്കും. അപ്പൊ ആദ്യം ഒരു 3/4 ബാറ്റ് വെച്ചു. ഇനി അടുത്തത് ഒരു ഹെഡർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യും. അതിനുശേഷം സ്ട്രക്ചേഴ്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ ഒരു കോഴ്സിന്റെ റിപ്പീറ്റേഷൻ ആണ്. ഇവിടെ വീണ്ടും നമ്മൾ ഹെഡേഴ്സ് അറേഞ്ച് ചെയ്യും. പിന്നെന്തായിരിക്കും അടുത്തത്? വീണ്ടും ഒരു സ്ട്രക്ചർ കോഴ്സ്. അന്നേരം ഒരു 3/4 ബാറ്റ് വെച്ചു. പിന്നെ ഇവിടെ സ്ട്രക്ചേഴ്സ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പോകും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഹെഡറും സ്ട്രക്ചറും ആൾട്ടർനേറ്റീവ് കോഴ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സ് കമൻസ് ചെയ്യുന്നത് ഒരു 3/4 ബാറ്റ് വെച്ചിട്ട് തൊട്ടടുത്ത് ഒരു ഹെഡറും കൂടി വെക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നമുക്കത് വ്യക്തമായത്. ഇത് മൊത്തം സ്ട്രക്ചർ വെച്ചു, പിന്നെന്തായി ഇവിടെ മൊത്തം ഹെഡർ വെച്ചു. പിന്നെ ഈ ഒരു കോഴ്സ്, അടുത്ത സ്ട്രക്ചർ കോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ 3/4 ബാറ്റ്, പിന്നെ ഒരു ഹെഡർ, പിന്നെ ഇങ്ങനെ സ്ട്രക്ചർ വെച്ചു. പിന്നെ വീണ്ടും ഹെഡർ കോഴ്സ്, പിന്നെ അടുത്ത സ്ട്രക്ചർ കോഴ്സ്. ഈ ഒരു കോഴ്സിന്റെ റിപ്പീറ്റേഷൻ ആണ്. പിന്നെ അടുത്തത് വീണ്ടും ഹെഡർ കോഴ്സ്, പിന്നെ എന്തായിരിക്കും? പിന്നെ ഈ ഒരു കോഴ്സിന്റെ റിപ്പീറ്റേഷൻ ഇടാം. അത് ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സിൽ 3/4 ബാറ്റിന് ശേഷം ഒരു ഹെഡർ വെച്ച് പോകുന്നു. അങ്ങനെയുള്ള ഈ ബോണ്ടിനെയാണ് നമ്മൾ പറയുക ഡച്ച് ബോണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് വിളിക്കാം. PSക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട്? അതിന്റെ ഉത്തരം ഡച്ച് ബോണ്ടാണ്. കൂടാതെ ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സ് കമൻസ് ചെയ്യുന്നത് ഒരു 3/4 ബാറ്റിന് ശേഷം ഒരു ഹെഡർ വെച്ചിട്ടാണ്. അതാണ് ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്. അടുത്ത ബോണ്ട് ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്. ഇതിന് വേറെ 2 പേരുകൾ കൂടിയുണ്ട്, സിൽവർ ലോക്ക് ബോണ്ട് അല്ലെങ്കിൽ സോൾജിയർ കോഴ്സ്. ഇങ്ങനെ 3ഓളം പേരുകളുള്ള ഒരു ബോണ്ടാണ്. അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഈ ഒരു ബോണ്ടിൽ ബ്രിക്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇതാണ് ഫേസ് ഓഫ് ദി വാൾ. ഇതിൽ ആദ്യത്തെ ലെയറിൽ മൊത്തം ഹെഡേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഹെഡേഴ്സ് ആണ്. അടുത്ത ലെയറിൽ സ്ട്രക്ചേഴ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ലെയറിന്റെ എഡ്ജിലായിട്ടാണ് ഈ ഒരു സ്ട്രക്ചേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ സെന്ററിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോണ്ട് ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേറ്റർ ആണെന്ന് പറയും. ഇത് ഇതിൽ നിന്ന് PSക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഹീറ്റ് ആൻഡ് സൗണ്ട് ഇൻസുലേറ്റർ ആയിട്ടുള്ള ബോണ്ട് ഏതാണ്? അതിന്റെ ഉത്തരം ബ്രിക്ക് ഓൺ എഡ്ജ് ബോണ്ട്, അല്ലെങ്കിൽ സിൽവർ ലോക്ക് ബോണ്ട് എന്നും പറയാം, അല്ലെങ്കിൽ സോൾജിയർ കോഴ്സ്. ഇതിൽ 3ൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷൻസിൽ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ എലിവേഷൻ. ഇത് ഓഡ് കോഴ്സ്, ഏറ്റവും താഴെയുള്ളത് ഈവൻ കോഴ്സ്. ഇത്രയുമാണ് ഈ ഒരു ബോണ്ടിൽ നിന്ന് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ബോണ്ടാണ് ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെങ്കിൽ സെന്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഇംഗ്ലീഷ് ബോണ്ടിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾക്ക്
മോഡിഫൈഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറയാം. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഇതിന്റെ എലിവേഷൻ. ഇതിൽ അതായത് ഹെഡറും സ്ട്രക്ചേഴ്സും ആൾട്ടർനേറ്റ് കോഴ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇംഗ്ലീഷ് ബോണ്ടിന് എന്ത് വ്യത്യാസമാണുള്ളത്, അല്ല ഇംഗ്ലീഷ് ബോണ്ടിന് ഇതുമായിട്ട് എന്ത് വ്യത്യാസമാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ കോഴ്സ് എന്താണ്? സ്ട്രക്ചർ കോഴ്സാണ്. അപ്പോൾ ഒരു സ്ട്രക്ചർ വെച്ചു, പിന്നെ ഒരു ഹെഡർ അറേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ സ്ട്രക്ചേഴ്സ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത എൻഡ് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് വീണ്ടും ഒരു ഹെഡർ വെച്ചു, പിന്നെ വീണ്ടും സ്ട്രക്ചേഴ്സ്. ഇനി അടുത്തത് ഹെഡർ കോഴ്സ്. ഇതിൽ സ്വാഭാവികമായിട്ടും ഒരു ക്വൈൻ ഹെഡർ ഉണ്ട്, പിന്നെ അടുത്തത് ഒരു ക്യൂൻ ക്ലോസർ ആണ്, പിന്നെ ഹെഡേഴ്സ്. അതേപോലെ തന്നെ അടുത്ത എൻഡ് ഒരു ക്യൂൻ ക്ലോസർ വെച്ചു, പിന്നെ വീണ്ടും ഒരു ക്വൈൻ ഹെഡർ. പിന്നെ അടുത്ത ലെയർ സ്ട്രക്ചർ കോഴ്സ് ആണ്. മൊത്തം സ്ട്രക്ചേഴ്സിന് അറേഞ്ച് ചെയ്തു. പിന്നെ ഈ ഒരു ലെയറിന്റെ റിപ്പീറ്റേഷൻ വന്നു. പിന്നെ അടുത്ത കോഴ്സ് എന്താണ്? ഒരു സ്ട്രക്ചർ വെച്ചു, അതായത് ആദ്യത്തെ ഒരു ലെയറിന്റെ റിപ്പീറ്റേഷൻ, ആ ഒരു സ്ട്രക്ചർ വെച്ചു, പിന്നെ വീണ്ടും ഹെഡർ, പിന്നെ വീണ്ടും സ്ട്രക്ചർ, ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തു പോകുന്നു. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സിൽ ഒരു ഹെഡർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, ആൾട്ടർനേറ്റീവ് സ്ട്രക്ചർ കോഴ്സിൽ സ്ട്രക്ചറിന് ശേഷം ഹെഡർ അറേഞ്ച് ചെയ്തിട്ടുള്ള ബോണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇംഗ്ലീഷ് ക്രോസ് ബോണ്ട് അല്ലെങ്കിൽ സെന്റ് ആൻഡ്രൂസ് ക്രോസ് ബോണ്ട് ആണ്. ഇതിലൊക്കെ എല്ലാ ആൾട്ടർനേറ്റീവ് കോഴ്സിലും ഒരു ഹെഡർ കാണാം. ഈ ഒരു ബോണ്ടിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് സ്ട്രോങ്ങും ആയിരിക്കും, കൂടാതെ ഗുഡ് ലുക്കിംഗ് എലിവേഷനും കൂടി തരും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് ഫേസിംഗ് ബോണ്ട്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു വാളാണ്. ആ വാളിന്റെ ഫേസിംഗ് ആണിത്. ഇത് ബാക്കിംഗ് ആണ്. ഒരു വാളില് ഫേസിംഗിലും ബാക്കിങ്ങിലും ഡിഫറെന്റ് തിക്നെസ് ഉള്ള ബ്രിക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ ബോണ്ടിനെയാണ് നമ്മൾ പറയുക ഫേസിംഗ് ബോണ്ട്. ഈ ചിത്രത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. ഇതിന് ബാക്കിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്കില് thickness കുറച്ച് കൂടുതലാണ്. Facing bond is used where the bricks of specific thickness are to be used in the facing and backing of the wall. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ഫേസിംഗ് ബോണ്ടിന്റെ എലിവേഷൻ. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് സ്ട്രക്ചർ കോഴ്സിന് ശേഷമാണ് ഒരു ഹെഡർ കോഴ്സ് വെച്ചിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഹെഡർ കോഴ്സ് ഈസ് പ്രൊവൈഡഡ് ആഫ്റ്റർ സെവറൽ സ്ട്രക്ചർ കോഴ്സസ്. നമ്മളിവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ ബ്രിക്ക് മേസൺറിയിലുള്ള 10ഓളം ബോണ്ടുകളെ കുറിച്ചും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ചോദ്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം.